മനുഷ്യൻ കാര്യമായിട്ട് നശിച്ചു പോകുന്നത് പ്രധാനമായും ആ ഒരു കാര്യം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ ഓരോരുത്തരെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഓരോരുത്തരെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തങ്ങൾ എണ്ണിപ്പറഞ്ഞു, ഷുഹുൻ മുതാഅ്, വഴിപ്പെടുന്ന വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്, നന്മ ചെയ്യാനുള്ള പിശുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആനൊക്കെ ഒന്ന് ഓതിയിട്ട് കാലത്രായി, ഒരു ഖത്മു തീർത്തിട്ട് കാലത്രായി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറയും. 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ഉസ്താദുമാരെ ദുആ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരെയും മനസ്സിൽ വരുന്ന ഖുർആൻ എടുക്കാൻ സമയമായി. ഇപ്പം റമളാൻ ഷരീഫ് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീരത്തിൻ്റെ പിശുക്ക്, നേരല്ല എന്ന് പറയരുത്, അത് വലിയ കളവാ. നേരല്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കളവാണ്. സമയം ഉണ്ടായിട്ട് സമയമില്ല എന്ന് ആരും പറയരുത്, ദയവേത് അങ്ങനത്തെ ഒരു വാക്കെന്നെ പറയരുത്. നമുക്കല്ലേ സമയമില്ലാത്തുള്ളൂ. ഒരു ദിവസം എത്ര സബക്ക് നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു കൊടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ, അവരെ സഹായം കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. എത്ര സബക്ക് നടത്തിയിരുന്നു. ആ സബക്കിൻ്റെ ഇടയിലും 1 മാസം എത്ര ഖത്മ് തീർത്തിരുന്നു സഹോദരങ്ങളെ. ഖുർആന്റെ ഖത്മ് എല്ലാ സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ശരീരത്തെ അങ്ങോട്ട് പിടിച്ചിരുത്തുക, അതാ കഴിയണ്ട്. ശരീരം ഒക്കെ ഉണ്ട്, ബോഡിയുണ്ട്, ഒക്കെ റെഡിയാ, മെമ്പർഷിപ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പിശുക്ക് മാറണം. ഷുഹുൻ മുതാഅ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമായിട്ടും നമുക്ക് തോന്നുകയാണ് സമയമായിട്ടില്ല അല്ലേ, പിശുക്കാണ്, അതിനൊന്നും നേരായിട്ടില്ല. നിനക്ക് സമയം എത്ര ബാക്കിയുണ്ട്? ആര് പറഞ്ഞു ബാക്കിയുണ്ട്? അങ്ങനെ ആ ഉസ്താദുമാരൊക്കെ നിർവഹിക്കും പോലെ റവാത്തിബൊക്കെ കറക്റ്റ് നിർവഹിക്കാൻ കുറച്ച് പ്രായമുണ്ട്. പള്ളിക്കലൊക്കെ കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ വയസ്സ് കുറച്ചാണ്ടേ. ഓരോ കാര്യത്തിനും ദിക്റൊക്കെ ഇങ്ങനെ ഒരു ദിവസം സ്വലാത്തൊക്കെ ഇങ്ങനെ കറക്റ്റായി ചൊല്ലണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ രോഗം എന്തെങ്കിലും മുറാദൊക്കെ വരണ്ടേ? ഒന്നും വേണ്ട, പിശുക്ക് മാറ്റണം. ഇപ്പം നിസ്കരിക്കണ്ടെന്ന് തോന്നുന്നില്ലേ? വലിയ പിശുക്കാണ്. ഇപ്പം നിസ്കരിക്കണ്ട, അതിന് ടൈമായിട്ടില്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും അതാ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. നമുക്ക് നിസ്കരിച്ചൂടെ? അല്ല, അവരൊക്കെ നിസ്കരിച്ചോട്ടെ, അവരൊക്കെ പോകാൻ ടൈമായി. ഓലെ മുന്നിൽ നമ്മൾ പോകും, അവരെ മുന്നിൽ നമ്മൾ പോകും, അവർ പിന്നെ ഉണ്ടാകും. അത് ശരീരത്തിൻ്റെ ഒരു തരം ലുബ്ധാണ് പിശുക്ക്. ഓതാൻ ഖുർആനുണ്ട്. പഴയ കാലത്തൊക്കെ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിരുന്നു ആളുകൾ ഓതാൻ. അന്ന് വീടുകളിൽ ഖുർആനില്ല. ഒരു ഖുർആൻ കൊണ്ട് 10 ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു ഖുർആനാണ്. ഇന്ന് 4 ആളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 8 ഖുർആൻ ഉണ്ടാവും. ഉംറക്ക് പോയി വരുമ്പോഴൊക്കെ ഖുർആൻ 2, 3 ഇങ്ങനെ വരല്ലേ. പക്ഷേ ആ ഖുർആൻ ചോദിക്കുന്നുണ്ട്, എന്നെ മറിക്കാൻ ആളില്ലല്ലോ, ഒന്ന് ഓതാൻ എന്നെ തൊടാൻ ആളില്ലല്ലോ. പൂട്ടിവെക്കുന്ന ഈ ഖുർആൻ നാളെ ആഖിറത്തിൽ പരാതി പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉപയോഗപ്പെടുത്താത്ത ഖുർആനില്ലേ, വീടുകളിലൊക്കെയുള്ള ഉപയോഗപ്പെടുത്താത്ത ഖുർആനും പടച്ച റബ്ബിൻ്റെ കോർട്ടിൽ വെച്ചത് പറയും, അല്ലാ ഇയാളെന്നെ കൊണ്ടുവന്നു, എന്നെ ഭദ്രമായി സൂക്ഷിച്ചു, എന്നെ നല്ല അഴുക്കും മറ്റൊന്നും പുരളാത്ത ഒരു ഷെൽഫിൽ എന്നെ വെച്ചു, പക്ഷേ തുറന്നു നോക്കിയിട്ടില്ല, ഒരാവർത്തി ഖുർആൻ ഓതി തീർത്തിട്ടേ ഇല്ല. എത്ര പേരുണ്ട് സഹോദരങ്ങളെ ഖുർആനോത്ത് കൃത്യമായി നടത്തുന്നവർ. അവിടെയായിരുന്നു ആ മഹത്തുക്കളുടെ വിജയം. സ്വഹാബിമാരല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കള്. അവരെ കാലഘട്ടത്തിൽ ഖുർആനിൻ്റെ കോപ്പി വളരെ കുറവല്ലേ? ഖുർആനിൻ്റെ കോപ്പി അന്ന് വളരെ കുറവല്ലേ? എന്നിട്ടും ഖുർആൻ ഓതുന്നതിന് സ്വഹാബത്ത് കാണിച്ചിരുന്ന തീവ്രത ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയില്ലേ? കാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻളർ ഫിൽ മുസ്ഹഫി.
മുസ്ഹഫ് നോക്കാത്ത ഒരു ദിവസം സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. നമ്മളെ ഹാലെന്താണ്? സ്വഹാബത്തിൻ്റെ തഖ്വയാണ് ഞാൻ ഈ പറയുന്നത്. മുസ്ഹഫ് എന്ന് പറഞ്ഞാലേ ഇതല്ല, ഇങ്ങോട്ടോ. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതിലെല്ലാം ഉണ്ട്. അല്ലല്ലോ ഉസ്താദെ? മുഹ്യിദ്ദീമാലുണ്ട്, വാർത്ത ഉണ്ട് അല്ലേ? ഇനി ഏതാ വേണ്ടത്? മാസികണ്ട്, പത്രങ്ങളുണ്ട്, അല്ലല്ലേ? ഇതിന് മുസ്ഹഫ് നിങ്ങൾ മൊബൈൽ തരുമോ? മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരുമിച്ച് കൂട്ടിയൊരു ഗ്രന്ഥല്ലേ, അതാണ് മുസ്ഹഫ്. ഇതിൽ നോക്കി ഓതിയാൽ മുസ്ഹഫിൽ നോക്കി ഓതി കൂലി കിട്ടൂല കേട്ടോ. ഞൊക്കെ കണ്ണുക്ക് തുറച്ച് നോക്കണതാ, കൂലിയൊക്കെ പോയല്ലോ എന്നുള്ളവർക്ക്. മുസ്ഹഫിൽ തന്നെ നോക്കി ഓതണം. ഖുർആൻ ഓതിയ കൂലി കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. മുസ്ഹഫിൽ നോക്കിയ ഓതിയ കൂലി ഇതിൽ നോക്കി ഓതിയ കിട്ടൂല. ഖുർആൻ ഓതിയ കൂലിയോ കിട്ടും, അത് ശരിയാ. ഖുർആൻ ഓതിയ കൂലി കിട്ടും, അത് കാണാതെ ഓതിയാലും കിട്ടും, ഇതിൽ നോക്കി ഓതിയാലൊക്കെ കിട്ടും. പക്ഷേ മുസ്ഹഫ് നോക്കിയ ഓതിയ കൂലി കിട്ടണമെങ്കിൽ ഏതിൽ നോക്കണം? ആ മുസ്ഹഫിൽ നോക്കണം. ഞങ്ങൾ തന്നാണ് മുസ്ഹഫ് തന്നെ. എല്ലാവരും മൊബൈൽ തന്നാണ്. നിങ്ങളോട് ഒരാൾ ആ മുസ്ഹഫ് തരുന്ന മൊബൈൽ എടുത്തെടുക്കോ? മുസ്ഹഫിൽ നോക്കാത്തൊരു ദിവസം സ്വഹാബത്തിന് വെറുപ്പാ. മുസ്ഹഫ് നോക്കാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കണ്ടൂടാ. നേരം പോക്കിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നത് എന്താ? ഖുർആനാണ്. നമ്മക്കിന്ന് ടൈം പാസ് ചെയ്താൽ തഖ്വ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മക്കിന്ന് ടൈം പാസിന് എന്താ ഉള്ളത്? നമ്മളാൾക്കാർക്ക് ടൈം പാസിന് എന്താ ഉള്ളത്? സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ ആശ്വാസം ഉണ്ട്. ഈ കാതിൽ കുത്തുന്ന ഉപകരണം വന്നോണ്ട്, കാത് പീസ കിട്ടും, അത് വേറെ വിഷയം. കാതിൽ കുത്തുന്ന ഉപകരണം വന്നോണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട്. എന്ത്? നമ്മളും കൂടി കേൾക്കണ്ടല്ലോ എന്നൊരാശ്വാസം ഉണ്ട്. അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അതെങ്ങാനും ഉറങ്ങുമ്പോൾ പുറത്തേക്ക് പോയാണ്ടല്ലോ, അല്ലല്ലല്ലാ, അവിടെ ഇരിക്കാൻ പറ്റൂല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത്, അയാൾ 2 കാതിലും വെച്ച് അയാൾ ആ മൊബൈൽ കീശയിലൊക്കെ വെച്ച് അയാളിങ്ങനെ ഉറങ്ങി. ഈ ഉറക്ക് ഊക്ക് കൂടിയപ്പോൾ 2 കാതിൽ അത് പറഞ്ഞു പോന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കാത് പൊത്തേണ്ടി വന്നു. കാരണം അതിലൂടെ കേൾക്കുന്നത് അത്രയും വിസർജ്യ വസ്തുക്കളാണ്. ഇനി അതിൽ പറയാനൊന്നും ബാക്കിയില്ല. ഇനി എന്തെല്ലാം ഒരു വിഷയം സെക്സായി പാടണമെന്നുണ്ടോ പറയണമെന്നുണ്ടോ ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം വരെ. അതല്ലേ ടൈം പാസിനുള്ളത്? സഹോദര, തഖ്വയിൽ ഏറ്റവും താഴേക്കടയിലാണ്. ഒന്നുമില്ല. സ്വഹാബത്തൊക്കെ നോക്ക് നിങ്ങൾ, അവർ കാണിച്ച ടൈം പാസ്, ഖുർആൻ കൊണ്ട് നേരം പോക്ക്. ഉമ്മമാരെ, സ്വഹാബത്തും സ്വഹാബി വനിതകളും ഉമ്മമാരൊക്കെ ഖുർആൻ കൊണ്ട് നേരം പോക്കിയത് എത്രമാത്രം വലിയ തഖ്വയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെ ഒരു ചെറിയ സമരം കഴിഞ്ഞ്, ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ് തങ്ങൾ വരികയാണ്. രാത്രി ഏകദേശമായപ്പോൾ, രാത്രി നമ്മൾ മദീനയിലേക്ക് പ്രവേശിക്കേണ്ട, രാവിലെ പോകാം എന്ന നിലക്കൊരു ചെറിയ കുന്നിൻ മുകളിൽ അവർ കയറി വിശ്രമിക്കുന്നു. വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ തങ്ങൾ ചോദിച്ചു, ആരാണ് നമുക്ക് കാവൽ നിൽക്കുക? സുബഹിൻ്റെ മുമ്പ് വിളിക്കാൻ വേണ്ടി ആര് കാവൽ നിൽക്കും? 2 സ്വഹാബിമാര് പറഞ്ഞു, ഞങ്ങൾ കാവൽ നിൽക്കാം, ഞങ്ങൾ കാവൽ നിന്നോളെ നബിയേ, തങ്ങൾ വിശ്രമിച്ചോളൂ, സ്വഹാബത്തും എല്ലാവരും കടന്നോട്ടെ. മരുഭൂമിയിലൂടെയല്ലേ യാത്ര, നല്ല ചൂടുള്ള മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ക്ഷീണമാണ്. ക്ഷീണത്തോടെ സ്വഹാബത്തൊക്കെ ഉറങ്ങിപ്പോയി. കാവൽ നിൽക്കുന്ന മഹാന്മാരായ സ്വഹാബിമാര് 2 ആളാണ്. കുറച്ചു നേരം ഇങ്ങനെ അവർ ദിക്റും മറ്റുമൊക്കെ ചൊല്ലി. ഒരു സ്വഹാബി പറഞ്ഞു, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, നീ വിശ്രമിച്ചോളൂ, ഞാൻ നിസ്കരിക്കാൻ പോകാണ് എന്ന് പറഞ്ഞു. മറ്റേ സ്വഹാബി അതാ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ വലിയ സൂറത്തോതുകയാണ്. സൂറത്തോതി നിസ്കരിക്കുമ്പോ ഒരാളിങ്ങനെ നിൽക്കുന്നൊരു നൃത്തം, അതിലൂടെ പോകുന്ന ശത്രുക്കള്, മലന്റെ മുകളിൽ ഒരാൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ പോകുന്ന പോക്കിലൊരു അമ്പെടുത്തിട്ട് അവർ അമ്പെയ്ത് പോയി. ആ അമ്പ് വന്നിട്ട് നിസ്കരിക്കുന്ന സ്വഹാബിയുടെ ശരീരത്തിൽ ആഞ്ഞു തറച്ചു. പക്ഷേ ഓത്തിൻ്റെ രസം കൊണ്ട് കയ്യയിച്ചില്ല.
ഓത്തിലങ്ങ് മുഴുകിപ്പോയപ്പോ വിശുദ്ധ ഖുർആനിന്റെ നേരം പോക്കിൽ മനസ്സങ്ങ് ലയിച്ചു പോയപ്പോ ആയുധം വന്ന് തറച്ചതും അതേ രക്തം പുറത്തേക്കൊഴുകുന്നതും അറിയാതെ പോയി. രക്തം ഇങ്ങനെ ഒലിച്ച് അപ്പുറത്തുള്ള സ്വഹാബിയുടെ കാതിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ആ സ്വഹാബി പെടുന്നതിനെ എഴുന്നേറ്റ് ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ രക്തമാണല്ലോ, വാസനിച്ചു നോക്കുമ്പോ രക്തമാണല്ലോ. പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിന്ന് നിസ്കരിക്കുന്ന സ്വഹാബിയുടെ ശരീരത്തിൽ തറച്ച അമ്പിൻ്റെ ഒരു ഭാഗത്തുകൂടെ രക്തമിങ്ങനെ പമ്പ് ചെയ്യുന്നു. പെടുന്നനെ ബാക്കി സ്വഹാബിമാരെ വിളിച്ചുണർത്തി. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ നിങ്ങളെ ശരീരത്തിൽ അമ്പ് തറച്ചിട്ടുണ്ടല്ലോ, ധാരാളം രക്തം ഒഴുകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്പ് തറച്ചതും രക്തം ഒഴുകിയതും പരിശുദ്ധ ഖുർആനിന്റെ ഓത്തിന്റെ ബന്ധത്തിൽ ഞാൻ അറിയാതെ പോയി. സഹോദരന്മാരെ, ഉമ്മമാരെ, അവരും അല്ലാഹുവിൻ്റെ ഖുർആനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അമൂല്യമാണ്. ഒന്ന് യാസീൻ ഓതുമ്പോഴേക്ക് 10-20,000 മെസ്സേജുകൾ വായിക്കുന്ന നമുക്ക് ഖുർആൻ എങ്ങനെ കൽബിൽ ടച്ച് ചെയ്ത് ഓതാനാ? ഒന്ന് ഹദ്ദാദ് ചൊല്ലുമ്പോഴേക്ക് നാട്ടിലെ 200 ആളുകളുടെ മെസ്സേജ് വായിക്കുന്ന നമുക്ക് ഹദ്ദാദ് എങ്ങനെ മനസ്സിൽ കയറാനാണ്? ഒരു മൗലിദിൻ്റെയോ ബുർദയുടെയോ സദസ്സിലിരിക്കുമ്പോൾ മൗലായയും മറ്റു ജവാബൊക്കെ ചൊല്ലുമ്പോൾ ഇപ്പുറത്ത് മെസ്സേജും അതുപോലെ പലതും കാണുകയും നോക്കുകയും ചെയ്യുന്ന നമ്മളെ കൽബിൽ ഇതെങ്ങനെ കടക്കാനാണ്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഖുർആനുമായി വലിയൊരു ആത്മബന്ധം സൃഷ്ടിക്കണം. അതിന് പിശിക്കരുത്. ഖുർആനോദാൻ റമളാനാകാൻ കാത്തിരിക്കരുത്. ആരെങ്കിലും മരിക്കാൻ കാത്തിരിക്കരുത്. എന്നും ഓതേണ്ടതാണ് ഖുർആൻ. ഉമ്മമാരോട് ഇമാം നബി റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞില്ലേ, ഹൈലുള്ള പെണ്ണിന് ഖുർആൻ ഓതാൻ പറ്റൂല, ഖുർആൻ തൊടാൻ പറ്റൂല. നിഫാസുകാരിയായ പെണ്ണിന് ഖുർആൻ ഓതാൻ പറ്റൂല, ഖുർആൻ തൊടാൻ പറ്റൂല. പക്ഷേ കേൾക്കാൻ പറ്റുമല്ലോ, നോക്കാൻ പറ്റുമല്ലോ. നോക്കുന്നതിനും കേൾക്കുന്നതിനും തടസ്സമില്ലല്ലോ. ഹൈലും നിഫാസും ഇല്ലാത്ത കാലത്ത് എത്ര നേരമാണോ ഖുർആനിലേക്ക് നോക്കി ഓതാറുള്ളത്, അത്ര നേരം മറ്റൊരാൾ മറിച്ചു വെച്ച ഖുർആനിലേക്ക് നോക്കട്ടെ. എന്നിട്ട് കൽബില ഖുർആനിൻ്റെ വചനങ്ങൾ അങ്ങനെ നടത്തട്ടെ. നാവ് കൊണ്ട് ഓതാൻ പറ്റൂല, നാവ് കൊണ്ട് ഓതരുത്. എന്നാലും ഖുർആനിനോടുള്ള ബന്ധം മുറിഞ്ഞുകൂടാ. 2 മാസം ഒരു പെണ്ണ് നിഫാസിലായി വിശ്രമിക്കുമ്പോൾ അവിടെ കേൾക്കേണ്ടത് ഖുർആനിൻ്റെ ശബ്ദമാണ്, കേൾപ്പിക്കേണ്ടതും ഖുർആനിൻ്റെ ശബ്ദമല്ലേ? ഉമ്മയെയും കുട്ടിയെയും കേൾപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ആയത്തല്ലേ? ഉമ്മാൻ്റെ അടുത്ത് കുട്ടി വന്ന് കിടക്കുന്ന ആദ്യത്തെ സന്ദർഭം തന്നെ കേൾപ്പിക്കൽ സുന്നത്തായത് ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം എന്ന് തുടങ്ങുന്ന ആയത്താണ് ഉമ്മാനെയും കുട്ടിയെയും കേൾപ്പിക്കേണ്ടത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല പഠിപ്പിച്ചില്ലേ? പിന്നെ ആ ഉമ്മയും കുട്ടിയും സദാ കേൾക്കേണ്ടത്, കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് കയ്യിൽ ഉപകരണങ്ങളില്ലേ? ഒന്ന് ബട്ടണമർത്തിയാൽ ഒത്തു വരൂലേ? നല്ല ഒത്തുകൾ കേൾക്കട്ടെ. ഓരോ സൂറത്തിൻ്റെ ഓരോ ഭാഗം ഓരോ ദിവസം കേട്ടു നിൽക്കുകയാണെങ്കിൽ എത്ര ആനന്ദമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ അനുഗ്രഹിച്ച മഹാനല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹു എത്ര പുരോഗതിയാണ് ഇസ്ലാമിന് നൽകിയത്, എത്ര സംഭാവനകളാണ് ഇസ്ലാമിന് നൽകിയത്. തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് ഉസ്മാൻ തങ്ങൾ കിട്ടിയ സംഭാവനകളുടെ ബാഹുല്യം കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, മാ ളറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ തങ്ങൾ ചെയ്യുന്നതൊന്നും ഉസ്മാൻ തങ്ങൾക്ക് പരിക്കേൽപ്പിക്കൂല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹു തആല ഒരു കാവൽ നൽകിയിരിക്കുന്നു. അത്രമാത്രം സംഭാവനയാണ് കൊടുത്തത്. കോടിക്കണക്കിന് സ്വത്തല്ലേ കൊടുത്തത്. ഒട്ടകങ്ങൾ എത്രയാ വേണ്ടത് നബിയെ? 300 ഒട്ടകങ്ങൾ. എത്ര ദീനാറ് വേണ്ടത്? ദീനാർ. എത്ര ദിർഹം വേണ്ടത്? ദിർഹം. എത്രയാ കൊടുത്തത്? ഉസ്മാൻ റളിയല്ലാഹുവിന് അനന്തരം കിട്ടിയ സ്വത്താണിത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ബാപ്പ അഫ്ഫാൻ എന്നവർ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ അബ്രഹത്തും രാജാവും കൂട്ടരൊക്കെ വന്നപ്പോൾ അവർക്ക് പക്ഷികളെ കൊണ്ട് അല്ലാഹു തആല അവരെ പറത്തിച്ചില്ലേ. ആ സമയത്ത് ഇട്ടുപോയ സ്വത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കിട്ടിയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഉപ്പ. അത് കുറച്ചൊന്നല്ല, ഇഷ്ടം പോലുണ്ട്. പക്ഷെ ആ കിട്ടിയ വിഹിതമാണെങ്കിലും തറവാട്ടിൻ്റെ ഓരിയായി കിട്ടിയതാണെങ്കിൽ അതങ്ങനെ പൂട്ടി ഇങ്ങനെ പത്രാസാക്കി വെച്ചില്ല. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൈയയിച്ച് സ്വതക്ക ചെയ്തു, സംഭാവന ചെയ്തു. ഇഷ്ടം പോലെ. മദീനയിൽ പോയിട്ട് ഇന്നും കുടിക്കപ്പെടുന്ന കിണറുകളിൽ ഒരു കിണർ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണറാണ്. യഹൂദിയിൽ നിന്ന് തൊള്ളയിൽ കൊള്ളാത്ത വിലക്ക് വാങ്ങിക്കൊടുത്ത കിണർ. എത്ര വില? അത്രയൊന്നും ആ കിണറിന് വിലല്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാങ്ങണ്ടാന്ന് കരുതിയിട്ട് കുറച്ചേറെ പറഞ്ഞു. അത്രേ എന്നാ ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അത് വാങ്ങിയേ തീരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കുടിക്കാൻ വെള്ളം വേണ്ടേ? ആബാറുൽ മദീന എന്ന് പറയുന്നൊരു ഗ്രന്ഥം കാണാം. ഒരു വലിയ പണ്ഡിതൻ എഴുതിയ മദീനയിലെ കിണറുകൾ, മൂടപ്പെട്ട കിണറുകളുണ്ട്, ശേഷിക്കുന്ന കിണറുകളുണ്ട്. ചില്ലറ കിണറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിൽപ്പെട്ടൊരു കിണറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണർ, ബിഇറു ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത സംഭാവനകൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? ആ മദീന പള്ളി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലഭാഗങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് പുനരുദ്ധാരണത്തിന് സഹായിച്ചത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പുനരുദ്ധാരണം നടന്നപ്പോൾ മദീന പള്ളിക്ക് വേണ്ടി തേക്ക് കൊണ്ടുപോയത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെ ചെറിയ ഭാഗ്യം നമുക്കുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു പേര് നമുക്ക് വരാണ്ടല്ലോ. തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാ. തേക്കിലായിരുന്നു പിന്നൊരു പുനരുദ്ധാരണം നടത്തിയിരുന്നത്. പഴയ പള്ളിയൊക്കെ അങ്ങനെയാണല്ലോ, മരം കൊണ്ടാണല്ലോ അതിൻ്റെ അധികവും തട്ടും മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയല്ലേ? പൊന്നാനി പള്ളിയൊക്കെ അതിൻ്റെ തട്ടൊക്കെ അങ്ങനെയല്ലേ? പഴയ പള്ളിയൊക്കെ അങ്ങനെ. അപ്പം അങ്ങനെ തേക്ക് കൊണ്ട് ഉപയോഗിച്ചിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറച്ച് വിപ്ലവകാരികളും പ്രശ്നക്കാരായ ആൾക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടു തടങ്കലിലാക്കിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേരം പോക്ക് എന്തായിരുന്നു? ഖുർആനായിരുന്നു. ടൈം പാസ് എന്തായിരുന്നു സഹോദരങ്ങളെ? ഖുർആനായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു മടിയും വേണ്ട, മടുപ്പും വേണ്ട. ഖുർആൻ ഓതിയാൽ മതി. ഖുർആനുണ്ടോ എത്രയും എവിടെയും എത്ര നേരം ചെലവഴിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഖുർആൻ കൊണ്ട് നേരം പോക്കാനുള്ള തഖ്വ അല്ലാഹു നമുക്ക് തരട്ടെ. വിശുദ്ധ റമദാനാകാൻ കാത്തിരിക്കുന്നതിന് ഖുർആനുമായിട്ട് നല്ല ടച്ച് വേണം. നമ്മുടെ ശരീരത്തിന് നല്ല ബന്ധം വേണം. ഖുർആൻ ഓതുന്നതിന്, ഖുർആൻ തീർക്കുന്നതിന്, ഖത്മ് തീർക്കുന്നതിന്. മഹാന്മാരായ മഹാന്മാരൊക്കെ അതിൽ വലിയ സ്ഥാനം അലങ്കരിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലായി കഴിയുമ്പോഴും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ കണിശമായി പാലിക്കുന്നതിന് യാതൊരു കുറവും വരുത്താതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിക്കുന്നു. ഒരു വ്യാഴാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസമല്ലേ? അന്ന് ഉസ്മാൻ തങ്ങൾക്ക് നോമ്പാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പായിട്ട് വൈകുന്നേരമായപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പലരും പല രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ശത്രുക്കൾ തടഞ്ഞുപോയി. വെള്ളം കൊടുക്കാൻ അവർ വിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർക്ക് വെള്ളം കുടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് അവർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കിണർ വാങ്ങിത്തന്നത് ഞാനല്ലേ?
ആ കിണറ്റിൽ നിന്ന് ഒരു കോപ്പ വെള്ളമെടുത്ത് കുടിക്കാൻ നിങ്ങൾ എന്നെ തടയുകയാണോ? പള്ളിയിലേക്കുള്ള ജമാഅത്ത് അവർ തടഞ്ഞുപോയി. ജുമുഅക്ക് വേണ്ടി പോകുന്നത് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തടഞ്ഞു വെച്ചുപോയി. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് പാലിക്കുന്നതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തീവ്രമായ ശ്രദ്ധയിലാണ്. വ്യാഴാഴ്ച ദിവസം നോമ്പ് നോറ്റിട്ട് വൈകുന്നേര സമയത്ത് നോമ്പ് തുറക്കാൻ വെള്ളമൊന്നും ശത്രുക്കൾ കൊടുക്കാതിരുന്നപ്പോ അവിടുത്തെ മഹതിയായ ഭാര്യയായ നായില ബീവി റളിയല്ലാഹു അൻഹാ ആകെ സങ്കടത്തിലായി പോയി. അത്താഴത്തിൻ്റെ നേരത്ത് ശത്രുക്കളൊന്നും കാണാതെ ഒരു കൂജ വെള്ളം ശേഖരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്ക് സുബഹിൻ്റെ വാങ്ക് വിളിച്ചുപോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അസ്ബഹതു സായിമാ, ഞാൻ ഇന്നും നോമ്പുകാരൻ തന്നെ, ഇന്നും ഞാൻ നോമ്പുകാരനാണ്. വിശുദ്ധ റമളാനിലെ നോമ്പാണ് എന്ന് കരുതരുത്, സുന്നത്ത് നോമ്പാണ് സഹോദരങ്ങളെ. സുന്നത്ത് നോമ്പ് നോറ്റു വ്യാഴാഴ്ച നോമ്പ് നിങ്ങൾ തുറന്നോ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നലെ രാത്രി ഞാൻ കണ്ടു, ഈ വീടിന് ഇവിടെ ഒരു പഴുത് കണ്ടില്ലേ, ഈ പഴുതിലൂടെ എന്നെ എത്തി നോക്കി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഒരു ബക്കറ്റിൽ എനിക്ക് താഴ്ത്തി തന്നു. ഞാൻ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു. തങ്ങൾ കൂടെ എന്നോട് പറഞ്ഞു, ഇൻശിഅത നുസിർത അലൈഹിം വഇൻശിഅത അഫ്തർത ഇൻദനാ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ശത്രുക്കളെ മേൽ നിങ്ങൾക്ക് സഹായം നൽകപ്പെടും, ശത്രുക്കളെ പരാജയപ്പെടുത്തപ്പെടും. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് വെച്ച് നോമ്പ് തുറക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ തങ്ങളെ അടുത്ത് വെച്ച് നാളെ നോമ്പ് തുറക്കലായിക്കോട്ടെ. ദുനിയാവിൽ നിന്നുള്ള വിടവാങ്ങലാണ്, അതുകൊണ്ടുള്ള ലക്ഷ്യമതാണ്. ഉസ്മാൻ തങ്ങൾക്കത് മനസ്സിലായി. മഹാനവർകൾ പറഞ്ഞു, നായില ബീവിയോട് ഞാൻ ആ വെള്ളം തുറന്ന് കുടിച്ചു, നോമ്പ് നോറ്റതും അതേ വെള്ളം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വസ്ത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ വസ്ത്രം സറാവിയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് തൻ്റെ അരഭാഗം അതുകൊണ്ട് മുറുക്കെയൊന്ന് കെട്ടിയിട്ട് പിന്നെ പറയുന്നു ഭാര്യയോട്, അവിടെ ഒരു മുസഹഫ് ഉണ്ട്, ആ മുസഹഫ് നിങ്ങെടുക്കൂ. ആ മുസഹഫ് നിവർത്തി ഓതാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒരു വെള്ളിയാഴ്ച പകലിൽ സ്വഹാബിമാർ മുഴുവനും പല ഭാഗത്തും പല ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അശ്രദ്ധയിൽ സ്വഹാബത്തിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ച് വിപ്ലവകാരികളിൽപ്പെട്ട ഒരാൾ ഉള്ളിലേക്ക് എങ്ങനെയോ കടന്നുകൂടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തിപ്പോയി. കുത്തേറ്റ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഈ രൂപത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്നത്. ഞാൻ സർവകാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞു. മഹാനവർകൾ എന്നെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാമേ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നലെ രാത്രി ഈ കാണുന്ന പഴുതിലൂടെ
മേൽക്കൂരക്കൊരു പഴുത് കണ്ടില്ലേ? ഈ പഴുതിലൂടെ തങ്ങളെനിക്ക് എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഹസറൂക യാ ഉസ്മാൻ, ഉസ്മാനെ നിങ്ങളവരെ വീട്ടുതടങ്കലിലാക്കിയോ? ഞാൻ പറഞ്ഞു, അതേ നബിയെ, എന്നെ അവര് വീട്ടുതടങ്കലിലാക്കി. അത്തശൂക, നിങ്ങൾക്കവർ ദാഹം വരുത്തിയോ? അവർക്ക് കുടിക്കാനുള്ള കിണർ നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടും അതിനിഷ്ടം പോലെ സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും തരാതെ നിങ്ങളെ ദാഹത്തിൽ അവർ അവശേഷിപ്പിച്ചോ? ഞാൻ പറഞ്ഞു, അതേ, എന്നെ അവർ ദാഹിയാക്കി മാറ്റി. അപ്പോഴാണ് എനിക്കൊരു ബക്കറ്റ് താഴ്ത്തി തന്നത്. ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിച്ച് എൻ്റെ ദാഹം തീർത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു, കട്ടിലിൻ്റെ ഒരു ഭാഗത്ത്. ആ ബക്കറ്റ് ഇങ്ങനെ താഴോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ബക്കറ്റ് അടുപ്പിച്ച് വെച്ചപ്പോൾ ഇപ്പോഴും ഞാനതിൻ്റെ തണുപ്പ് ആസ്വദിക്കുന്നു. നല്ല തണുപ്പുള്ളൊരു ബക്കറ്റാണ്. ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. അബ്ദുല്ലാഹിബ്നു സലാം തങ്ങൾ പറയുന്നു, എന്നോടുള്ള സംസാരം കഴിഞ്ഞിട്ടും എന്താ പണി? ഖുർആനോത്ത് തന്നെ. മഹാന്മാരുടെ തഖ്വ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ പിശുക്ക് നമ്മൾ മാറ്റണം. നന്മയോട് വിധേയപ്പെടാനുള്ള പിശുക്കില്ലേ, ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്. സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് മാത്രമല്ല മഹാന്മാരത് വിശദീകരിച്ചത്. ഖൈറാത്തുകളോടൊക്കെ ഉള്ള പിശുക്ക്, നിസ്കരിക്കാൻ പിശുക്ക്, ജമാഅത്തിന് പിശുക്ക്, ജുമാക്ക് നേരത്തെ പോകാൻ, ഉമ്മമാരെ നിസ്കാരം അങ്ങോട്ട് ഒന്ന് അദാ ആയി കിട്ടാൻ വലിയ പിശുക്കാണ്. ഖളാ ആകാൻ എളുപ്പമാണ്. എല്ലാ പണിയും കാര്യങ്ങളൊക്കെ തീർത്ത് അല്ലല്ലോ നിസ്കാരം എന്ന് പറഞ്ഞ് കൊട്ടിപ്പടഞ്ഞു വരും. കൊട്ടിപ്പടഞ്ഞ് വന്നിട്ട് നിസ്കാരക്കുപ്പായൊക്കെ മാറ്റിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അസറിൻ്റെ വാങ്ക് വിളി അല്ലാഹു അക്ബർ എന്ന് ഇപ്പുറത്തൊന്നും കേൾക്കും. ഒന്നുകിൽ ളുഹർ അല്ലെങ്കിൽ മഗ്രിബ്, ഏതെങ്കിലും ഒന്ന് അങ്ങനെ ആയിട്ടുള്ളൊരു തഖ്വ, അതൊരു പിശുക്ക. ടൈമിന് നിസ്കരിക്കണം സഹോദരിമാരെ. ജോലികളൊക്കെ ഒരു വഖഫിലാക്കിയിട്ട്, ഒരു വഖഫിൽ നിർത്തിയിട്ട് നിസ്കരിക്കുക. അതിന് ഒരു തരം പിശുക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകരുത്. അലക്കി കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി വീടൊന്ന് ക്ലീൻ ചെയ്യണം, വീട് ക്ലീൻ ചെയ്തു. പിന്നെ തോന്നി മുറ്റൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി. പിന്നെ തോന്നി അവിടെ കുറച്ച് ചെടികൾ ഉണ്ടാവുന്ന നനച്ചു. പിന്നെ തോന്നുന്നു പിന്നെ ബാത്റൂം മറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഒക്കെ ഇനി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കും കൊടുത്തു. എല്ലാ പണിയും കഴിഞ്ഞ് ബാക്കി വെച്ച ഒന്ന് നിസ്കാരം. അങ്ങനെ ആകാൻ പാടില്ല. നജസോ വല്ലതോ ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ട് ആ വസ്ത്രം ഒന്ന് തൽക്കാലം മാറ്റിയിട്ട് വേറെ ഒരു വസ്ത്രം ഉറപ്പിന് വേണ്ടി ഒന്ന് ധരിച്ച്, ഒരു മാക്സിയോ നല്ല ഒന്ന് ധരിച്ച് നിസ്കാരക്കുപ്പായിട്ട് ഒരു നിസ്കാരം. കുളിയൊക്കെ നേരത്തെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി മട്ടായി. കുളിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ നിസ്കാരം നേരത്തെ ആക്കുന്നത് അതാണ് ഭംഗി. അത്രയും ബറക്കത്ത് ആ വീടിന് വേറെ ഉണ്ടാകൂല. നിസ്കാരം നിത്യവും നടക്കുന്നൊരു വീടിൻ്റെ ബറക്കത്ത് വേറെന്തിനുണ്ടാകുക? നിത്യവും നിസ്കാരം നടക്കുന്നൊരു വീടിൻ്റെ ബറക്കത്ത്, ആ വീട്ടിൽ മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബറക്കത്ത്, നിത്യവും ഖുർആൻ പാരായണം നടത്തുന്നൊരു വീട്ടിൻ്റെ ബറക്കത്ത് വേറൊരു വീടിനുണ്ടാകൂല. നിങ്ങൾ എത്ര അമ്പര ചുംബിയായ വീട് കയറ്റിയാലും നിസ്കാരം ഖുർആനോത്തോടെ സജീവമായിട്ടില്ലേ, ബറക്കത്ത് ഇല്ലാതെ പ്രതീക്ഷിക്കണ്ട. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന വീട്ടിൽ സദാ സന്ദർശകരുണ്ട്. അവരാണ് ഹഫലത്തിൻ്റെ മലക്കുകളും റഹ്മത്തിൻ്റെ മലക്കുകളും. അവർ സദാ വരും. ഖുർആൻ ഓതുന്ന വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടം പോലെ വരും. ഇഷ്ടം പോലെ വന്നിട്ട് അവർ കാവൽ നിൽക്കും. ആ വീട്ടിലേക്ക് ശൈത്താൻ്റെ കെണി വരാൻ പാടില്ല, ഹാസിദീങ്ങളെ ഹസദ് വരാൻ പാടില്ല, ളാലിമീങ്ങളെ ഉൽമ വരാൻ പാടില്ല, സിഹ്റന്മാരെ സിഹർ വരാൻ പാടില്ല. അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് മലക്കൾ ഇങ്ങനെ കാത്തിരിക്കും. ടോർച്ചടിച്ച് നോക്കിയാൽ കാണൂല, മലക്കൾ കാത്തിരിക്കും. മലക്കൾ വീട്ടിലേക്ക് വന്നില്ലേ? മലക്കൾ വീട്ടിലേക്ക് വന്നിട്ട് ഒരൊറ്റ ദുആ കിട്ടിയത് കൊണ്ട് ജീവിതകാലത്തും ഇപ്പോഴും ബറക്കത്തും റഹ്മത്തും കിട്ടുന്ന മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരിക്കൽ മാത്രം വീട്ടിൽ വന്ന് മലക്കളെ സൽക്കരിച്ചതാണ്, ഒറ്റ തവണ. 2 മലക്കൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യത്തെ പതിവതാണ്, ആരെങ്കിലും ഒന്ന് പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണം.
അതാ മഹാനവറുകൾ താല്പര്യം. അതൊരു നല്ല ലക്ഷണമാണ്. അതും പിശുക്ക് ഒഴിവാക്കുന്നതിന് മാർഗം കൂടിയാണ്. ചിലവുണ്ടാകുമല്ലോ, ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലവില്ലേ. രണ്ടാൾ വീട്ടിലേക്ക് വന്നപ്പോൾ സലാം പറഞ്ഞു, മറുപടിയായിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഖൗമും മുൻകറൂൻ, പരിചയമില്ലാത്ത ടീമാണല്ലോ എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഖൗമും മുൻകറൂൻ, പരിചയമില്ലാത്ത ടീമാണല്ലോ. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? ഫറാഗ ഇലാ അഹ്ലിഹി, സാറാബിൻ്റെ അടുത്തേക്ക് പോയിട്ട് സാറാബിയോട് പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു 1-ാം നമ്പർ കാളക്കുട്ടിയെ പിടിച്ച് അറുത്ത് റെഡിയാക്കിയിട്ട് അതിൻ്റെ കുടൽമാലയും മറ്റൊക്കെ ഒന്ന് കീച്ച് അതിൻ്റെ ആ നജസൊക്കെ ഒന്ന് കളഞ്ഞ് ചോരൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു കാളക്കുട്ടിയെ ഒന്നാകെ അങ്ങോട്ട് പുഴുങ്ങി. ഇപ്പോഴും നല്ല മന്തി പണ്ടേ ഉണ്ട്. ഒന്നാകെ അങ്ങോട്ട് പുഴുങ്ങി. നിങ്ങൾ വിചാരിച്ചു ഇന്നലെ വന്നാണ്. ഒന്നാകെ ഒരു കാളക്കുട്ടിയെ പിങ്ങി, ഒരു പീസല്ല, ഒരു കാളക്കുട്ടിയെ. ഫജാ ബീജിലിൻ സമീൻ, നല്ല തടിച്ച് കൊഴുത്ത് കുട്ടപ്പനായ നല്ലൊരു കാളക്കുട്ടിയെ ഒന്നാകെ അങ്ങോട്ട് പീകിയെടുത്തിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് വലിയൊരു പാത്രത്തിൽ, അപ്പം അതിന് മാത്രം വലിയ പാത്രം വേണ്ടേ? ചെറിയ പാത്രം പോരല്ലോ, വലിയൊരു പാത്രത്തിൽ മഹാനവറുകളത് താങ്ങി പിടിച്ച് തീന്മേശയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ വന്ന അതിഥികളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. അവർ ഭക്ഷിക്കാത്തത് കണ്ടപ്പോൾ ഒരു പേടി കൊണ്ട് മഹാനവറുകൾ ചോദിച്ചു, അലാ തേക്കുലൂൻ, നിങ്ങൾ ഭക്ഷിക്കണമെന്നില്ല, എന്താ ഇപ്പം നിങ്ങൾ കയ്യൊന്നും ഇതിലേക്ക് നീട്ടുന്നില്ലല്ലോ പടച്ചോനെ, ഞാൻ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്തോരം നല്ല ഭക്ഷണങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ. പിശുക്കിൻ്റെ ഒരു അംശം, ഒരു കുറവ് പോലും അവിടെ വെച്ചിട്ടില്ല, മൊത്തം അവിടെ കൊടുത്തിട്ടുണ്ട്. അടിയോ മൊത്തം വിളമ്പണം എന്നാണ്. അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം മൊത്തം വിളമ്പണം എന്നാണ്. മൊത്തം അവർ തിന്നൂല. ആരാ തിന്നണ്? അതെല്ലാവരും അതിനായിട്ട് വന്നിരിക്കുക വലിയ വട്ടച്ചമ്പ, മൊത്തം തിന്നൂല. പക്ഷെ മൊത്തം മുന്നിൽ കൊണ്ടുപോയി വെച്ച് കണ്ട് തിരിച്ചു വരൂലേ, അതിലൊരു ബറക്കത്തുണ്ട്. ഇതിനാ മൊത്തം വിളമ്പണം എന്നാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. പഴയ കാലത്ത് പുതിയാപ്പിളാർ വന്നാൽ പുതിയാപ്പിളക്ക് മൊത്തം വിളമ്പും. അതൊന്നുമില്ല. മൊത്തം വിളമ്പിയിട്ട് ആ വിളമ്പിയത് മൊത്തം അയാൾ കഴിക്കൊന്നുമില്ല. പഠിച്ചോൻ അയാളെന്താ വേറെ ഒരു നാട്ടിൽ നിന്ന് വന്നാണോ? അയാൾ പാകത്തിന് കുറച്ച് കഴിക്കും. പക്ഷെ ആ അതിഥിയുടെ മുഖം കണ്ട് തിരിച്ചു വന്ന ആ ഭക്ഷണമല്ലേ, അതിൽ വലിയ ബറക്കത്തുണ്ട്. അതൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞിട്ടൊരു വേസ്റ്റായി കൂട്ടാനൊന്നുമില്ല. ആകെ കറി വാർന്ന് ഇങ്ങനെ കുഴക്കൊന്നുമില്ലല്ലോ. ആവശ്യമുള്ള ഇങ്ങനെ എടുത്തിട്ട് ബിസ്മിൻ ചൊല്ലി എടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ളതല്ലേ. പക്ഷെ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതിൽ വലിയ ബർക്കത്തിന്. അങ്ങനെ മൊത്തം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന അദബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു തുണ്ട് പോലും അടുക്കളയിൽ വെച്ചില്ല എന്ന്, മൊത്തം അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഫൗജസ മിൻഹും ഖീഫ, അവരെ പറ്റിയൊരു ഉൾഭയം വന്നു. ഇവരാരാ പടച്ചോനെ, കൈ നീട്ടിയിട്ട് ഇത്രയും നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഇവർ ഭക്ഷിക്കുന്നില്ലല്ലോ. പേടി വന്നപ്പോൾ പറഞ്ഞു ഖാലൂ ലാ തഖഫ്, പേടിക്കരുത്, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തരാൻ അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. വാതിലിൻ്റെ അപ്പുറത്തുനിന്ന് ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹ, നല്ല അഴകുള്ള ഭാര്യയാണ് സാറ ബീവി. സാറ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ വൈലത്താ ആലിദു വാനാ ജൂസുൻ വഹാദാ ബഅലി ശൈഖാ. പടച്ചോനെ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഞാനിനി പ്രസവിക്കുകയോ? എനിക്കെന്നെ പ്രായമെത്രയായി? എൻ്റെ ഭർത്താവിന് എന്നെ വയസ്സെത്രയായി? ഇനി ഞാൻ പ്രസവിക്കുകയോ? എനിക്ക് തന്നെ വയസ്സ് കുറേയായി, 90-നോടടുത്ത് വയസ്സെനിക്കായി. എൻ്റെ ഭർത്താവിനോ വയസ്സ് 100 കഴിഞ്ഞു പോയി. ഇനി ഞാൻ പ്രസവിക്കുകയോ? എനിക്കൊരു കുട്ടിയുണ്ടാവുകയോ? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇത് വിസ്മയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മലക്കുകൾ പറഞ്ഞു, അതിശയിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അന്ന് മലക്കുകൾ ചെയ്തൊരു ദുആയാണ്, റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. തുല്യതയില്ലാത്ത സൽക്കാരം സൽക്കരിച്ചുകൊണ്ട് ഞങ്ങളെ ആദരിച്ച കുടുംബമേ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹിൻ്റെ ബറക്കത്തും സദാ നിങ്ങൾക്കുണ്ടാവട്ടെ. അതുകൊണ്ടല്ല മുസ്ലിമേ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ
വഅലാ ആലി ഇബ്രാഹീം കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. മലക്കുകളുടെ പ്രാർത്ഥന, ഒരൊറ്റ സൽക്കാരത്തിന് മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്തെങ്കിൽ ഞാനത് പറഞ്ഞതെന്തിനാണെന്നറിയോ? എന്നും ഖുർആനിൻ്റെ ശബ്ദം കൊണ്ട് മുഖരിതമാകുന്ന സന്തോഷമാകുന്ന വീട്ടിൽ മലക്കുകൾ സദാ കാവലിനുണ്ട്, അവരുടെ മേൽനോട്ടമുണ്ട്, അവരുടെ പരിചരണമുണ്ട്. ചെറിയ മക്കളാ വീട്ടിലില്ലേ, ഖുർആനിൻ്റെ ശബ്ദം കേട്ടിട്ട് ആ വീട്ടിൽ തപസ്സിരിക്കുന്ന മലക്കുകളെ കാണാൻ കഴിവുള്ളവരാണ് ചെറിയ മക്കള്. അവർ ഉറക്കത്തിൽ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പലപ്പോഴും താളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ശുദ്ധമായ ഒന്നും കലരാത്ത നല്ല മനസ്സ്, ആ നല്ല കണ്ണ്, ആ നല്ല ശരീരം മലക്കുകളെ കാണും കേട്ടോ. അവരോട് സംവദിക്കും, അവരോട് താളം പിടിക്കും, അവരെ നോക്കിക്കൊണ്ട് ചിരിക്കും. അതാ കുട്ടികളുടെ വിശുദ്ധി കൊണ്ട് കിട്ടുന്നൊരു സന്തോഷമാണ്. അതിന് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വീട്ടിൽ തന്നെ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് മനസ്സമാധാനം വേണോ? പരസ്പര ഐക്യം വേണോ? ഖുർആൻ അധികരിപ്പിക്കാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം കേട്ടില്ലേ? അക്സിറൂ തിലാവത്തൽ ഖുർആനി ഫീ ബുയൂതിക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഖുർആനോത്ത് നിങ്ങൾ കൂടുതലാക്കണം. ഫഇന്നൽ ബൈത്തല്ലദീ ലാ യുഖ്റഉ ഫീഹി ഖുർആൻ. ഖുർആനോത്ത് നടത്തപ്പെടാത്ത വീട്, ഖുർആനോത്തില്ലാത്ത വീട്, യഖില്ലു ഖൈറുഹു, അവിടെ നന്മ കുറഞ്ഞു പോകും. വയക്സുറു ശർറുഹു, എടങ്ങേറ് അധികരിക്കും, ബുദ്ധിമുട്ട് കുറയൂല. വയദീഖു അലാ അഹ്ലിഹി, ആ വീട്ടിൽ കൂടുന്ന കുടുംബക്കാർക്ക് മനസ്സിന് സമാധാനം കുറഞ്ഞു പോകും. അവരെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുങ്ങിപ്പോകും. പിന്നെ അവർ വിചാരിക്കും വീടിൻ്റെ എന്തോ കുഴപ്പമാണ്, വീടിൻ്റെ എന്തോ കുഴപ്പമാണ് വിചാരിച്ചാൽ ആ വീട് മാറും, വേറൊരു വീട് വാങ്ങും, അതിലും ഖുർആൻ ഓതില്ല, അപ്പം അതിലും കുഴപ്പമാണ്. അങ്ങനെ ആകുമ്പോൾ ദുനിയാവിൽ ഏതെങ്കിലും വീട്ടിൽ നിൽക്കാൻ കഴിയോ? എല്ലാ വീട്ടിലും ഖുർആൻ ഓതണം. വീട്ടിൽ നിന്ന് ഖുർആനോത്ത് കേട്ടിട്ട് വലിയ സന്തോഷം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വീട്ടിൽ ധാരാളം ഖുർആനോതും. പാതിരാത്രിയിൽ എണീറ്റ് സിദ്ദീഖ് തങ്ങളെ ഖുർആനോത്ത് കേട്ടിട്ട് പരിസരത്തുള്ള അയൽവാസിനികളായ സ്ത്രീകളൊക്കെ ആ ഓത്തിന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ മുന്നിൽ തപസ്സിരുന്നില്ലേ? അട്ടപ്പാതിര നേരത്ത് സിദ്ദീഖ് തങ്ങൾ ശബ്ദമനോഹരമായ രീതിയിൽ ഖുർആനോതാണ്. മക്കത്ത് വെച്ച് ഖുർആനോതുമ്പോൾ ഈ ഖുർആനോത്ത് കേട്ടിട്ട് മുശ്രിക്കുകളുടെ ഭാര്യമാരും പെങ്ങന്മാരൊക്കെ ഈ ഓത്ത് കേട്ടിട്ട് കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് പാഞ്ഞു സിദ്ദീഖ് തങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത്. മുശ്രിക്കുകൾ എണീറ്റ് നോക്കുമ്പോൾ ഭാര്യനെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, അവരൊക്കെ എവിടെ പോയി നോക്കുമ്പോൾ ഒക്കെ സിദ്ദീഖ് തങ്ങളെ വീട്ടുമുറ്റത്ത്. സിദ്ദീഖ് തങ്ങൾ പോസ്റ്റർ അടിച്ച് വിളിച്ചോന്നല്ല, ഖുർആനിൻ്റെ വശ്യ മനോഹാരിതയാണത്, ഖുർആനിൻ്റെ വശ്യതയാണത്. ഓതേണ്ട രൂപത്തിൽ ഓതുമ്പോൾ ആകർഷിക്കപ്പെടാത്ത ആരുമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ സജീവമായിട്ട് കൂടിത്തരുന്നവരാണ് മലക്കുകൾ. അവർ ഖുർആൻ ഓതുന്ന വീട്ടിൽ എപ്പോഴും തപസ്സിരിക്കും. അതുകൊണ്ടല്ലേ ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ മലക്കുകൾ വന്നത്? മഹാനവറുകൾ ഖുർആൻ ഓതിയിട്ടില്ലേ? സൂറത്തുൽ ബഖറയാണ് ഓതിയതെന്നും സൂറത്തുൽ കഹ്ഫാണ് ഓതിയതെന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം. ഏതായാലും ഖുർആനാന്നുള്ള തർക്കമല്ല, ഖുർആൻ അങ്ങനെ ഓതുകയാണ്. ഓതി 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 മഹാനവറുകൾ ഇങ്ങനെ ഓതിയപ്പോൾ ഈ ഖുർആൻ ഓതുന്ന വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ ഒരു ചെറിയ അപ്പുറത്ത് തന്നെയാണ് കുതിരയെ കെട്ടുന്ന ആലയുള്ളത്. ആ ആലയുടെ നേരെ ഇപ്പുറത്തുള്ളൊരു ചെറിയ റൂമിലാണ് മകൻ യഹ്യ കിടക്കുന്നത്. ഖുർആൻ ഓതിയപ്പോൾ കുതിര അവിടുന്ന് കയറ് പൊട്ടിച്ച് ഓടാൻ തുടങ്ങി. കുതിരൻ്റെ ഒരു ചവിട്ട് കിട്ടിയ ആൾ പണിയായി പോകും. അത്രയും നല്ല ആരോഗ്യമുള്ള ജീവിയാണ് കുതിര. കുതിര കയറ് പൊട്ടിച്ചാൽ പടച്ചോനെ നേരെ ചാടുന്നത് മകൻ്റെ ശരീരത്തിലേക്കായിരിക്കും. ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു ഒന്ന് ഇറങ്ങിയിട്ട് ഓത്ത് നിർത്തി ഇറങ്ങിയിട്ട് കുതിരൻ്റെ ആ കയറൊന്ന് മുറുക്കി കെട്ടി. എന്താ കുതിരക്ക് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. രണ്ടാമത് പിന്നെയും പോയി ഓതിയപ്പോൾ കുതിര ഒന്നുകൂടി ശക്തമായിട്ട് കയറ് പൊട്ടിച്ച് ഓടാൻ തന്നെ തുടങ്ങുകയാണ്. വീണ്ടും ഓത്ത് നിർത്തിയിട്ട് കുതിരൻ്റെ കെട്ട് ഭദ്രമാക്കി. മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ ഓത്ത് നിർത്തിയിട്ട്, ഓത്ത് പൂർണ്ണമായി നിർത്തിയിട്ട് മഹാനവറുകളൊന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് മേലോട്ട് നോക്കുമ്പോൾ വീടിൻ്റെ നേരെ മേൽഭാഗത്ത്
നല്ല നല്ല വിളക്കുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു. ഒരു മേഘം, ഫീഹ അംസാലുൽ മസ്വാബി, വിളക്കിൻ്റെ രൂപങ്ങൾ, കുറേ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. വീട്ടിൻ്റെ നേരെ മേൽഭാഗത്ത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ കണ്ടിട്ട്, ഈ വല്ലാത്ത സൗന്ദര്യം ഇങ്ങനെ കണ്ടിട്ട്, ഇത് കണ്ടില്ല ഇങ്ങനെ കുറേ ലൈറ്റ് ഫിറ്റ് ചെയ്തത്, ഇതുപോലെ കുട്ടിക്കോളൂ കുറേ അംസാലുൽ മസാബി, ഇത് നമ്മളിങ്ങനെ കോർത്തിണക്കിയതാണ്. മഹാനവറുകൾ നേരത്തെ ലൈറ്റൊന്നും അവിടെ കത്തിച്ചിട്ടില്ല, വീട്ടിൻ്റെ മേൽഭാഗത്ത് കാണില്ലേ. ഈ സന്തോഷം ഇങ്ങനെ കണ്ട് മഹാനവറുകൾ ഓത്ത് നിർത്തി നേരെ പോയി ഉറങ്ങി. സുബഹി നിസ്കാരത്തിന് വന്നപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കുതിര എങ്ങനെ കയറ് പൊട്ടിച്ച് ഓടുന്നത് എൻ്റെ മകൻ്റെ ശരീരത്തിലെങ്ങാനും ചവിട്ടിയേക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുതിരയെ 2-3 തവണ പിടിച്ച് കെട്ടി ഭദ്രമാക്കി. ഓത്ത് നിർത്തിയിട്ട് ഞാനൊന്ന് മേലോട്ട് നോക്കിയപ്പോൾ വീടിൻ്റെ നേരെ മേൽഭാഗത്ത് വിളക്കുകൾ ഇങ്ങനെ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ച രൂപങ്ങൾ ഞാൻ കണ്ടു. ചോദിച്ചു, ഉസൈദേ അതെന്താണെന്നറിയുമോ? ആ കണ്ട രൂപഭാവങ്ങൾ അറിയുമോ? ഇല്ല നബിയെ, അറിയില്ല. തിൽക്കൽ മലായിക, മലക്കുകളാണ് ഉസൈദയാ വന്നത്. ധനത്തിലെ സൗത്തിക, നിങ്ങളെ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത യൻളുറുന്നാസു ഇലൈഹാ, നേരം വെളുക്കും വരെ നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ ജനങ്ങൾക്കൊക്കെ ആ വിളക്ക് മാടങ്ങളെ കാണാമായിരുന്നു. ലാ തതവാറ അൻഹും, മറയാത്ത രൂപത്തിൽ തന്നെ അവിടെ അതുണ്ടാകുമായിരുന്നു. നിങ്ങൾ ഓത്തു നിർത്തിയപ്പോൾ കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരങ്ങ് ഉയർന്നു പോയി. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, എന്തൊരു ബറക്കത്തുള്ള സ്ഥലമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ ജബലുന്നൂറിൻ്റെ മുകളിൽ ഗാർ ഹിറയിലേക്ക് കയറാറില്ലേ, പ്രവേശിക്കാറില്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആരോഗ്യകാലത്ത് തന്നെ ചെറുപ്പക്കാരെ, ഉംറക്കും ഹജ്ജിനൊക്കെ പോയാൽ അതിന് നല്ല കഴിവുണ്ടാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമാകും, പിന്നെ കയറാൻ കഴിയില്ല. നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ കയറിയതുപോലെ കയറാനൊന്നും നമുക്ക് ആവതില്ല. എന്നാലും ആ ഹിറാ ഗുഹയ്ക്കുള്ള ബറക്കത്ത് എന്താണ്? ആദ്യമായി ഖുർആനിൻ്റെ വചനങ്ങൾക്ക് ഭൂമിയിൽ സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആ സ്ഥലത്തിരുന്നിട്ടൊരാൾ എന്ത് അള്ളാഹുവിനോട് തേടിയാലും ഉത്തരം ലഭിക്കുന്നതാണ്. എന്തേ? അതിനുള്ള കാരണം പലതാണ്. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളോളം തപസ്സിരുന്ന സ്ഥലമാണ്. ആദ്യമായി തങ്ങളൊന്ന് സുന്നത്ത് നിസ്കരിച്ചത് അവിടെയാണ്. ആ മലക്ക് മുകളിൽ വച്ചാണ് ഖദീജ റളിയല്ലാഹു അൻഹ വുളൂ പഠിച്ചത്, വുളൂ ചെയ്തത്, നിസ്കാരം നിർവഹിച്ചത്. അവ്വലു മൻ സ്വല്ലാ മഅഹു, മുത്തുനബി തങ്ങളോടൊപ്പം ആദ്യമായി നിസ്കരിച്ചത് സിദ്ദീഖ് തങ്ങളല്ല, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. അവ്വലു മൻ തവല്ലാ മഅഹു, മുത്തുനബി തങ്ങളോടൊപ്പം ആദ്യമായി ഉളൂ കണ്ട് ഉളൂ എടുത്ത് പഠിച്ചത് ഖദീജ ഉമ്മയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വരുന്ന ഘട്ടത്തിൽ എത്രയോ തവണ സന്തോഷ വാർത്തകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതും ആ ഗുഹയിൽ വെച്ചാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേരം കഅബ നോക്കിയിരുന്ന് അല്ലാഹുവിനെ സ്മരിച്ചത്, ദിക്ർ ചൊല്ലിയ സ്ഥലമാണ്. ഖുർആനിൻ്റെ വചനങ്ങൾക്ക് സാക്ഷിയായ ഭൂമിയിലെ ആദ്യത്തെ ഇടം എന്ന നിലക്ക് വലിയ ബറക്കത്താണ്. ദുആഇന് വലിയ ഉത്തരമാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങി
വിശുദ്ധ ഖുർആനും വഹയും ഇറങ്ങി എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മറ്റു ഭാര്യമാരിൽ നിന്ന് വേറിട്ട മഹത്വം കിട്ടിയില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ബീവിനെ പറ്റി എന്നോട് ആരും പറഞ്ഞൊരു ഇടങ്ങേറും ഉണ്ടാക്കരുത്. നിങ്ങളിൽ നിന്ന് ആയിഷ ബീവിക്ക് വേറിട്ടൊരു ഇടമുണ്ട്. ഏതെങ്കിലും ഒരു ഭാര്യൻ്റെ കൂടെ പുതപ്പിട്ട് ഞാൻ കിടക്കുമ്പോ അള്ളാഹു എനിക്ക് വഹിയിറക്കി തന്നത് ആയിഷ ബീവിൻ്റെ കൂടെ കിടക്കുമ്പോ മാത്രമാണ്. മറ്റൊരു ഭാര്യമാരുടെ കൂടെ കിടക്കുമ്പോഴും അള്ളാഹു എനിക്ക് വഹിയറിയിച്ചിട്ടില്ല. ആ നിലക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വേറിട്ട മഹത്വമുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ വീടിൻ്റെ മഹത്വമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് കിടക്കാൻ ഏറ്റവും താല്പര്യമുള്ള വീട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന വീടാണ്. പക്ഷേ ഞാൻ അവിടെ കിടന്നിട്ട് എനിക്കൊരു പ്രത്യേക ബഹുമാനം ബാക്കിയുള്ള ആളുകളൊന്നും കൽപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അത് ആയിഷ ബീവിൻ്റെ തവാളു ആണ്, വിനയമാണ്. എൻ്റെ മറ്റു സഹോദരിമാരോടൊപ്പം ജന്നത്തുൽ ബഖീൽ തന്നെ പോയാൽ മതി എന്ന് ചിന്തിച്ചിട്ടാണ് എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുത്തു പോയി. അതുപോലെ ഭൂമിയിലെ ഷറഫുള്ള സ്ഥലം ഏതാണ്? എത്ര വട്ടം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നൊരു സ്ഥലമല്ലേ ഹുജ്റത്തു ഷരീഫ. ഇത്ര ബറക്കത്തുള്ളൊരു വീട് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മലക്കുകൾ വരുന്ന വീടിന് വലിയ ബറക്കത്തുണ്ട്. അള്ളാഹു ആ വീടിന് നൽകുന്ന ശാന്തിയും സമാധാനവും ചെറുതല്ല. നേരം വെളുക്കുന്ന കാലത്തോ മോന്തിയാകുന്ന കാലത്തോ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഖുർആനിൻ്റെ ശബ്ദങ്ങൾ വീട്ടിൽ മുഴങ്ങട്ടെ. പഠിക്കുന്ന കുട്ടികളുടെ ഓത്തും വീട്ടിൽ മുടങ്ങട്ടെ. മറ്റുള്ള ആളുകളും ഖുർആൻ ഖത്മ് വീട്ടിൽ നടത്തട്ടെ. ഖുർആൻ ധാരാളം ഖത്മ് ചെയ്തെടുത്ത് ഞാനിവിടെ കിടക്കുമ്പോൾ നിങ്ങളെന്തിനാ കരയുന്നത് എന്ന് മക്കളോട് ചോദിച്ചില്ലേ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതിൽ മക്കളെ, ഈ കട്ടിൽ കിടന്നിട്ട് മരിക്കുന്നതിൽ നിങ്ങളൊന്നും കരയണ്ട, നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഈ കട്ടിൽ ഇരുന്നിട്ട് തന്നെ 6000-7000 ഖത്മ് ഞാൻ ഓതി തീർത്തിട്ടുണ്ട്. പിന്നെന്തിനാ ആ കട്ടിൽ കിടന്ന് മരിക്കുന്നതിന് നിങ്ങൾ കരയുന്നത്? ഒരു കട്ടിലിൻ്റെ മേലെ ഇരുന്നിട്ട് 6000-7000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് എന്നുള്ളത് ചെറുതാണോ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ശബ്ദം കേൾക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയ ആ കട്ടിൽ ലോകത്തിൽ എത്ര വലിയ മഹത്വമുള്ള കട്ടിലാണ്, എത്ര വലിയ പ്രാധാന്യമുള്ള കട്ടിലാണ്. ആ കട്ടിലിൻ്റെ മേലെ കിടക്കുമ്പോൾ അവിടേക്ക് ഇനി ഇബ്ലീസിൻ്റെ ഒരു ഷർറ് വരുമോ? ഇത്രയും മാത്രം ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിൻ്റെ ശബ്ദങ്ങളെ കൊണ്ട് വലിയ സന്തോഷം കിട്ടി ആ കട്ടിലിൻ്റെ പരിസരത്തേക്ക് ഇനിയും അവൻ വരിക, ഇനി അവൻ വന്നിട്ട് സ്വിപ്പാക്കുക. എത്രമാത്രം വലിയ സന്തോഷമാണ് അവർ കിട്ടിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതി 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 പിറ്റേന്നും ഭാര്യയിൽ നിന്ന് ഖുർആൻ വാങ്ങിയിട്ട് അൽ ബഖറ മുതൽ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ഓതി. ഒന്നാമത്തെ ജുസ്ഇൻ്റെ അവസാനം എത്തുന്ന നേരത്താണ് ഒരു ശത്രു വന്നിട്ട് കുത്തുന്നത്. നിങ്ങൾ നോക്ക്, ആ കുത്തുമ്പോഴും അതിന് വേറെ ഒരു മഹത്വമുണ്ട്. കുത്തിയ ചോരത്തുള്ളിയിൽ നിന്നൊരു തുള്ളി പോയി വീണത് ശത്രുക്കൾക്ക് നേരെ മറുപടിയായി ലഭിക്കുന്നൊരു അർത്ഥമുള്ള ആയത്തിൻ്റെ ഭാഗത്താണ്. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ്സമീഉൽ അലീം. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ ജുസ്ഇൻ്റെ അവസാനത്തിൽ നമുക്ക് ഈ ആയത്ത് കാണാം. ഫസയക്ഫീകഹുമുല്ലാഹ്, അവർക്ക് കൊടുക്കേണ്ടത് മതിയാക്കി കൊടുക്കേണ്ടത് അള്ളാഹു കൊടുത്തുകൊള്ളും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഹുവസ്സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ സഹോദരങ്ങളെ, നന്മക്ക് നമ്മുടെ ശരീരത്തിന് പിശുക്ക് മാറ്റണം,
നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ സജീവമാകണം. സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യന്മാരെ നശിപ്പിക്കുന്നതാണ്. അതിലൊന്നാണ് ഷുഹുൻ മുതാഉൻ, രണ്ടാമത്തതാണ് ഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. എന്താണോ നമ്മുടെ ഇച്ഛ നമുക്ക് വരുന്നത്, ആഗ്രഹം വരുന്നത്, അതിൻ്റെ പിന്നാലെ പോകുന്നത് മാറ്റണം. എന്നിട്ട് ശറഇൻ്റെ അളവുകോല് വെച്ചിട്ട് ഇത് ഹറാമാണോ ഹലാലാണോ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തോന്നുന്നത് ചെയ്യാന്നൊക്കെ പറയലില്ലേ, തോന്നിയത് പറയാന്നൊക്കെ പറയലില്ലേ, അത് മാറ്റണം. ഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛയാകരുത് നമ്മുടെ ഇച്ഛ. നമ്മുടെ ഇച്ഛക്ക്, നമ്മുടെ ആഗ്രഹത്തിനൊരു മേൽവിലാസം വേണം. ചെയ്യുന്നതിന് പറയുന്നതിന് ഇത്തിബാഅ് വേണം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് പരാജയത്തിൻ്റെ കാര്യമാണ്. എന്തെല്ലാം ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാകും. ആ ആഗ്രഹം ശരിയാണോ അല്ലേ എന്ന് ശറഇൻ്റെ അളവനുസരിച്ച് നോക്കണം. പൂർവീകരും ചെയ്തിരുന്നത് അങ്ങനെയല്ലേ? ഓരോന്നിനും ശരീഅത്ത്, ദീന്, അള്ളാഹുവിൻ്റെ റസൂല് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ? ആ വിഷയങ്ങൾ നോക്കിയിട്ടല്ലേ അവർ ചെയ്തിരുന്നത്. എല്ലാ സമയത്തും കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും അങ്ങനെയാണ്.